Listen to the stories Jesus told so clear. Parables of wisdom for all who want to hear. Lessons full of love, faith, and grace, guiding us to live in His embrace. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹവന്ദനം. യേശുവിന്റെ ഉപമകൾ എന്ന ധ്യാന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഭിഷേക് എസ് വിജയൻ, ആലുവ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് സഭാംഗമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഉപമ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങളാണ്. യേശു കർത്താവ് പറഞ്ഞ പല ഉപമകളിൽ ഒന്നാണ് മുന്തിരിത്തോട്ടത്തിൽ വളരുന്ന അത്തിവൃക്ഷത്തിന്റെ ഉപമ. സാധാരണ രീതിയിൽ വളർച്ചയെത്തിയ ഒരു അത്തിവൃക്ഷത്തിൽ നിന്ന് 2-3 വർഷത്തിനുള്ളിൽ അത്തിയുടെ ഫലം ലഭിക്കാവുന്നതാണ്. എന്നാൽ ഈ അത്തിയിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കുക. നാം നട്ടുവളർത്തുന്ന ചെടികളിൽ നിന്നോ വൃക്ഷങ്ങളിൽ നിന്നോ ഫലം ലഭിക്കുന്നില്ല എങ്കിൽ എന്ത് വിഷമം ഉണ്ടാകും? നമ്മൾ ആ ഫലമില്ലാത്ത വൃക്ഷം ഇനി വേണ്ട എന്ന് പറഞ്ഞ് അതിനെ വെട്ടിക്കളയുക തന്നെ ചെയ്യും. എന്നാൽ ഈ ഉപമയിലെ തോട്ടക്കാരൻ അങ്ങനെയായിരുന്നില്ല. കരുണയോട് കൂടിയാണ് കർത്താവിനോട് പറയുന്നത്. അതിന്റെ 8-9 വാക്യങ്ങൾ, കർത്താവേ, ഞാൻ അതിനു ചുറ്റി കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടുകൂടി നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഇതുപോലെ ഒരു നല്ല തോട്ടക്കാരനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മെ ഈ ഭൂമിയിൽ പലയിടങ്ങളിലായി ദൈവം ആക്കി വച്ചിരിക്കുകയാണ്. അത്തിവൃക്ഷത്തിൽ ഫലം തിരഞ്ഞതുപോലെ നമ്മുടെ സൃഷ്ടാവ് നമ്മിലുള്ള ഫലവും തിരയുകയാണ്. എന്നാൽ നമ്മിൽ ഫലമുണ്ടോ? ഫലം കായ്ക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? നമുക്ക് സ്വയമായി ഫലം കായ്ക്കാൻ കഴിയുമോ? ഇല്ല. നമ്മുടെ കർത്താവ് നമ്മിലും നാം കർത്താവിലും വസിക്കണം. അങ്ങനെ വസിച്ചാൽ മാത്രമേ നല്ല ഫലം കായ്ക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് പരിശോധിക്കാം. നല്ല ഫലം കായ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നു മുതൽ നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിൽ വസിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കാം. അതിനായി നാം ചിന്തിച്ച വചനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഫലമില്ലാത്ത അനുഭവങ്ങൾ മാറി നല്ല ഫലം കായ്ക്കുന്നതിനായി യേശുവിൽ വസിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ സഹായിക്കുമാറാകണമേ. ആമേൻ.